പ്രാർത്ഥനയും ധ്യാനവും ഹൃദയ പരിവർത്തനത്തിലേക്ക് ഒരാളെ നയിക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ. തായ്ലൻഡിലെ ബുദ്ധ സന്യാസിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഹൃദയങ്ങളെയും മനസ്സുകളെയും പരിവർത്തനം ചെയ്യാനും സ്നേഹം, ദയ, കരുണ, ക്ഷമ, ബഹുമാനം, മറ്റുള്ളവരോടും ഭൂമിയോടും കരുതൽ എന്നിവ വളർത്താനും കഴിയുമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. യുദ്ധങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായ ആളുകളെയും അക്രമം ബാധിച്ച കുട്ടികളെയും പാപ്പ ദുഃഖത്തോടെ അനുസ്മരിച്ചു. കൂടിക്കാഴ്ചയിൽ കത്തോലിക്ക സഭയും ബുദ്ധ സമൂഹവും തമ്മിലുള്ള നിലനിൽക്കുന്ന സൗഹൃദത്തെ പാപ്പ ഉയർത്തിക്കാട്ടി. 2019 നവംബറിൽ തായ്ലൻഡ് സന്ദർശന സമയത്തിൽ തനിക്ക് ലഭിച്ച അസാധാരണമായ ആതിഥ്യമര്യാദയ്ക്ക് പാപ്പ നന്ദി അറിയിക്കുകയും ചെയ്തു. വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ ആരംഭിച്ച ഒപ്പൂസ് ഡെയി സമൂഹത്തിനു വേണ്ടി 29 ഡീക്കന്മാർ വൈദികരായി അഭിഷിക്തരായി. മെയ് 25 ശനിയാഴ്ച റോമിലെ സെന്റ് യൂജിൻ ബസിലിക്കയിൽ ജപ്പാനിലെ ഒസാക്ക തക്കാമത്സുവിന്റെ സഹായമെത്രാൻ ബിഷപ്പ് പോൾ തോഷിഹിറോ സക്കായിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിലാണ് 29 ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിച്ചത്. 5 ഭൂഖണ്ഡങ്ങളിലെ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് നവാഭിഷിക്തർ. 9 പേർ അമേരിക്കയിൽ നിന്നുള്ളവരും യൂറോപ്പിൽ നിന്ന് 11 പേരും ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും 4 പേരും ഓഷ്യാനിയയിൽ നിന്നും ഒരാളുമാണുള്ളത്. അനുദിന ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒപ്പൂസ് ഡെയിയിൽ 80 രാജ്യങ്ങളിൽ നിന്നായി 1 ലക്ഷത്തിനടുത്ത് അംഗങ്ങളുണ്ട്. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിലേക്ക് നടന്ന 64ാമത് അന്താരാഷ്ട്ര മിലിറ്ററി തീർത്ഥാടനത്തിൽ 15,000-ഓളം പേർ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്രയധികം പട്ടാളക്കാർ ഫ്രാൻസിലേക്ക് എത്തിയത്. ഇവരിൽ 180 പേർ ലൂർദിൽ വെച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ആദ്യമായിട്ടാണ് ഇത്രയധികം പട്ടാളക്കാർ ഒരു വർഷം കത്തോലിക്ക സഭയിലേക്ക് കടന്നുവരുന്നത്. കഴിഞ്ഞ വർഷം 120 പേരാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത്. 1945-ലാണ് ലൂർദിലേക്ക് പട്ടാളക്കാരുടെ തീർത്ഥാടനം ആരംഭിക്കുന്നത്. നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകലിനിരയായ ഒനിച്ച അതിരൂപതാംഗമായ വൈദികന് മോചനം. മെയ് 15-ന് തട്ടിക്കൊണ്ടുപോയ ഫാദർ ബേസിൽ ഗുബസുവോ എന്ന വൈദികനാണ് മോചിതനായിരിക്കുന്നത്. 2024-ൽ ഇതുവരെ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാകുന്ന 4ാമത്തെ നൈജീരിയൻ വൈദികനാണ്. ദൈവത്തോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടാണ് മോചന വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നതെന്ന് ഒനിച്ച രൂപത പ്രസ്താവിച്ചു. വൈദികനെ തട്ടിക്കൊണ്ടുപോയവർ 8 ദിവസങ്ങൾക്കു ശേഷം മെയ് 23-ന് അർദ്ധരാത്രിയോടെ ഉഫുമയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിനും വൈദികനും മോചനം നേടിയെടുക്കാൻ ഇടപെടൽ നടത്തിയ നൈജീരിയൻ സംസ്ഥാനമായ അനംബ്രയുടെ അധികാരികൾക്കും ഒനിച്ച അതിരൂപത നന്ദി അർപ്പിച്ചു. അതേസമയം നൈജീരിയയിൽ വൈദികരെ തട്ടിക്കൊണ്ടുപോകുന്നത് തുടർക്കഥയാണ്. സെപ്റ്റംബറിൽ അപ്പസ്തോലിക സന്ദർശനം നടത്താനിരിക്കുന്ന രാജ്യമായ പാപ്പുവ ന്യൂഗിനിയയിൽ അപ്രതീക്ഷിത മണ്ണിടിച്ചിലിൽ മരണവും നാശനഷ്ടങ്ങളും സംഭവിച്ചതിൽ ദുഃഖമറിയിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ. മെയ് 24-ന് രാവിലെയാണ് പാപ്പുവ ന്യൂഗിനിയയിലെ ഏങ്കയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ദുരന്തത്തിൽ 150-ലധികം വീടുകൾ മണ്ണിനടിയിലാവുകയും 670-ഓളം പേർ മരണമടയുകയും ഏകദേശം 2000 ആളുകൾ മണ്ണിടിച്ചിലിന്റെ മരണകരമായ ഭീഷണി നേരിടുകയും ചെയ്യുന്നതായി അധികൃതർ അറിയിക്കുന്നു.